അഹാന കൃഷ്ണയുടെ പുതിയ സാരി ബ്രാൻഡ് ആയിട്ടുള്ള സിയ ബൈ അഹാദീശിക്ക് നടത്തുന്ന കൊള്ളലാഭമാണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പലരും ഈ വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. പലരും ഇവർ വൻ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇവർ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തട്ടിപ്പ് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇവർ കൊള്ളലാഭം നടത്തുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്? മാർക്കറ്റിൽ 3000-നും 4000-നും കിട്ടുന്ന സാരികളൊക്കെ ഇവർ 10,000-നും 11,000-നും ഒക്കെ വിൽക്കുന്നു. ഇതാണ് ആക്ച്വലി ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ എന്റെ നാട്ടിലുള്ള ഒരു ലോക്കൽ ടൗണിൽ ഒരു കടയുന്നു ഞാനൊരു ഡ്രസ്സ് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടെ ഉള്ള ഒരു ഷർട്ടിന് 1000 രൂപയാണ് വിലയെങ്കിൽ ഞാനൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് മിഠായി തെരുവിൽ നിന്നും സെയിം ഷർട്ട് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഈടാക്കുന്ന വില എന്ന് പറയുന്നത് 1500-2000 രൂപയായിരിക്കും. അത്രയും റേറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ നാട്ടിലൊരു ലോക്കൽ കടയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാടക കുറവായിരിക്കും, ചെലവുകൾ കുറവായിരിക്കും, അവർക്ക് കുറച്ച് സ്റ്റാഫുകൾ മതി. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർ വിളിക്കുന്ന ഡ്രസ്സിനും വില കുറയും. എന്നാൽ നേരെ മറിച്ച് മിഠായി തെരുവിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു പെട്ടിക്കടക്ക് പോലും 1,00,000-ന് മുകളിൽ റെന്റ് കൊടുക്കണം. ഒരു ചെറിയൊരു കടയിൽ പോലും 10-15 സ്റ്റാഫ് ഉണ്ടാവും. കാരണം അത്രയും ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണത്. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് റേറ്റ് ഇടേണ്ടി വരും. അതിന്റെ ഒരു വേറൊരു വേഷം മാത്രമാണ് ഇപ്പൊ അഹാന ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ 4,000-നും 3,000-നും കിട്ടുന്ന സാധനം ഇവരുടെ ഓൺ ബ്രാൻഡിന്റെ പേരിൽ 10,000-നും 11,000-നും വിൽക്കുന്നു. ഇനി അങ്ങനെ വില കൂട്ടി വിൽക്കാനും ചില കാരണങ്ങളുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റീസെന്റ് സിയ ബൈ അഹാദീശയിൽ അഹാന കൃഷ്ണ അപ്ലോഡ് ചെയ്തൊരു സാരിന്റെ പ്രൊമോഷൻ വീഡിയോ ഉണ്ട്. ഞാൻ ആ പ്രൊമോഷൻ വീഡിയോ ജസ്റ്റ് ഇവിടുന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി ഞാനിവിടെ അഹാന എടുത്തു വന്ന സാരിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ച എന്താണെന്ന് അറിയോ? ഇവരുടെ ഫ്രെയിമും ബാക്ക്ഗ്രൗണ്ടും ആണ്. എന്നാലും റിച്ച് സെറ്റപ്പ് ആണ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. നിങ്ങളൊന്ന് നോക്കിക്കേ. അത്തപ്പൂക്കളം മുന്നിൽ, പിന്നിൽ ഓരോ സ്റ്റെപ്പിലും 2 പൂ വീതം, പിന്നെ അലമാരക്ക് മുകളിൽ കുറച്ച് പൂക്കൾ, അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. എന്നാലും റിച്ച് സെറ്റപ്പ് ആണ്. ഇത്രയും സെറ്റപ്പിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ചെലവ് വരും നിങ്ങളുടെ വിചാരം? ആ ചെലവൊക്കെ ഇവർ എവിടുന്ന ഈടാക്കുന്നത്? ഇവരുടെ സാരി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് എടുത്തുന്നു, വേറെ ആരെടുത്തുന്നു അല്ലേ? എന്തായാലും അഹാന എടുത്തു വന്ന സാരി എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി ഈ സാരിക്ക് ഇവർ കൊടുത്ത വില എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവരുടെ വെബ്സൈറ്റ് കയറി നോക്കിയാൽ നമുക്ക് ഈ സാരിന്റെ വില മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ടെങ്കിലും അതിലൊന്നും ഇവർ വില കൊടുക്കാറില്ല. കാരണം വില കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ വാങ്ങൂല എന്നുള്ളവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പ്രസന്റ് ചെയ്തിട്ടും വില അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് കയറി നോക്കണം. അങ്ങനെ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയ സമയത്ത് ഈ സാരിന്റെ വില എത്രയാണ് ഞാൻ കണ്ടതെന്ന് അറിയോ? 7,500 രൂപ. എത്രയാണ്? 7,500 രൂപ. ഞാൻ അതിന് സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. ഈ സാരിക്ക് ഇവർ പ്രത്യേകം പേരൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. രുക്മിണി എന്നാണ് ഈ സാരിന്റെ പേര്. ഇവര് ലോഞ്ച് ചെയ്യുന്ന ഓരോ സാരിക്കും ഇവർ ഓരോ പേരാണ് കൊടുത്തേക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇനി അടുത്ത സാരി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വസന്ത എന്നുള്ള പേര് അങ്ങോട്ട് കൊടുത്തേക്ക്. അടിപൊളിയായിരിക്കും. ആ സാരിക്ക് പാലപ്പം പോലെ വിറ്റ് പോയിക്കോളൂ. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. അഹാന്റെ ഈ സാരി എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി ഇതേ സാരിനെ തന്നെ ഞാൻ മറ്റൊരു സെല്ലറുടെ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ സാരി സ്റ്റോറീസ് ബൈ മിഥുല എന്നും പറഞ്ഞുകൊണ്ടുള്ളത്. നമുക്ക് എന്തായാലും സാരി സ്റ്റോറീസ് ബൈ മിഥുലേന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടോക്കാം. കണ്ടല്ലോ, സെയിം സാധനം, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ അഹാനന്റെ വീഡിയോയിൽ കണ്ട അതേ സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ വേണമെങ്കിൽ കമ്പാരിസന് വേണ്ടി രണ്ടിനെയും സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്നെ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. സാരിന്റെ ബ്ലൗസ് മാറിക്കണമെന്നല്ലാണ്ട് സാരി രണ്ടും സെയിം ആണ്. എല്ലാവരും അത് നോട്ട് ചെയ്തല്ലോ. ഇനിയാണ് ഞാൻ ഞെട്ടിക്കുന്ന അടുത്തൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നത്. അഹാന കൃഷ്ണ 7,500-ന് വിൽക്കുന്ന ഇതേ സാരി തന്നെ സ്റ്റോറീസ് ബൈ മിഥുല വിൽക്കുന്ന എത്ര റുപ്യക്കാണെന്ന് അറിയോ? 4,800 റുപ്യക്ക്. എങ്ങനെ ഇരിക്കാണ്? പക്ഷെ ഇവര് 4,800-ന് വിൽക്കുന്ന സാരി
ആഹാനാകൃഷ്ണ 7500 വിൽക്കുന്നതിന് ഞാൻ കുറ്റം പറയില്ല കേട്ടോ. അതിനുള്ള പ്രധാന കാരണം തന്നെ ഇവരുടെ പ്രൊമോഷൻ വീഡിയോയുള്ള ഡിഫറൻസ് തന്നെയാണ്. ഇപ്പൊ മിഥുനിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് വീഡിയോയിലൊന്നുമില്ല. ഈ പെണ്ണ് വരുന്നു, സാരി കൊണ്ട് 4 കറക്കം കറക്കുന്നു, അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് പോലും അത്ര അടിപൊളി ഒന്നുമില്ല, ഒരു സാധാരണ ക്യാമറ ക്വാളിറ്റി അത്രേ ഉള്ളൂ അല്ലേ. പക്ഷെ ആഹാനാകൃഷ്ണന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താ ഒരു റിച്ച് ലുക്ക് മക്കളെ. ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ സാരിനേക്കാളും ആ ഫ്രെയിമിലുള്ള സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ കൊതിച്ചു പോകും. ആ ലെവലാണ് ഇവർ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ക്യാമറ ക്വാളിറ്റി കിടിലോ. അത് വെച്ച് നോക്കുന്ന സമയത്ത് 4800 രൂപക്ക് മറ്റൊരാൾ വിൽക്കുന്ന സാരി ഇവർക്ക് 7500 രൂപയ്ക്ക് വിറ്റാൽ എന്താ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എടുത്ത് പറയേണ്ട കാര്യം ഇവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ, കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. അവരുടെ സാരി എന്ന് പറയുമ്പോൾ അതിന് അതിന്റേതായ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ആ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ ഞാനിതൊക്കെ പറയുമ്പോൾ പലരും ഇപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് വരും, എടോ നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, എടാ ഇത് ക്ലോത്ത് ഡിഫറെന്റ് ഉണ്ടോ. 4800 രൂപയ്ക്ക് കൊടുക്കുന്ന സാരിന്റെ ക്ലോത്ത് അല്ല 7500 രൂപ കൊടുക്കുന്ന സാരിക്കുള്ള ക്ലോത്ത്, രണ്ടിന്റെയും ക്ലോത്ത് ഡിഫറെന്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറേ എണ്ണം വരും. അങ്ങനെ വരുന്നവർക്കുള്ള മറുപടിയും എന്റെ കയ്യിലുണ്ട്. നമ്മൾ എന്തായാലും ആഹാനാകൃഷ്ണൻ ചെയ്ത സാരി പ്രൊമോഷൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓണം ഫ്ലവേഴ്സ് ഗോൾഡ് ആൻഡ് ഓർഗാൻസ ദ പെർഫെക്റ്റ് മോഡേൺ ഓണം സാരി. ഓർഗാൻസ ക്ലോത്തിലുള്ള ഓണം സാരി എന്നാണ് ഇവർ പറയുന്നത്. ആക്ച്വലി ഇത് ഓണം സാരിന്റെ ലുക്ക് ഒന്നുമില്ല, അത് വേറെ കാര്യം. എനിക്ക് കണ്ടപ്പോൾ ഇതൊരു മാതിരി കുർബാന കൊടുക്കുന്ന സാരി പോലെയാണോ തോന്നിയത്. എന്തോ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ. എന്തായാലും അത് പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്തല്ലോ, ഇത് ഓർഗാൻസ സാരിയാണ്. ഇനി നമുക്ക് മിഥുന ചെയ്ത പ്രൊമോഷൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. പ്രൈസ് 4800 ഉള്ളി. ഓക്കെ, എ ക്രീം ഓർഗാൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിങ് ത്രൂ ഔട്ട്. കേട്ടല്ലോ, അതും ഓർഗാൻസ സാരി, ഇതും ഓർഗാൻസ സാരി. അതും ഒരേ മെറ്റീരിയൽ, ഇതും ഒരേ മെറ്റീരിയൽ. അതും ഒരേ കളർ, ഇതും ഒരേ കളർ. അതും ഒരേ ഡിസൈൻ, ഇതും ഒരേ ഡിസൈൻ. അത് 7500, ഇത് 4800. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അല്ല പറ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയണ്ടേ പറയണം കേട്ടോ എന്തായാലും. അല്ല ഈ കൃഷ്ണകുമാരൻ ഫാമിലി എന്ത് ചെയ്താലും അതിന് ന്യായീകരിക്കാൻ കുറച്ച് ടീംസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് ഞാൻ സംഭവം തുടക്കത്തിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ പക്കാ കൊള്ള ലാഭം. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാനാണെങ്കിൽ, നമ്മളൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാണെങ്കിൽ, നമ്മളൊരു സാധാരണ റെസ്റ്റോറന്റിലാണ് കയറുന്നതെങ്കിൽ നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവരൊരു സ്റ്റീൽ പാത്രത്തിൽ ഒരു മസാല ദോശ അങ്ങോട്ട് കൊണ്ടുപോയി തരും. മസാല ദോശ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ അവർ അതിന് 60 രൂപ 70 രൂപ കൂടി പോയി 80 രൂപ ഈടാക്കും. ഇനി ഇതേ മസാല ദോശ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവർ കൊണ്ടുപോയി തരുന്നത് എന്തായിരിക്കും? നല്ല സെറാമിക് പ്ലേറ്റിൽ നല്ല അടിപൊളി പ്രസന്റേഷനോട് കൂടി ആയിരിക്കും നമുക്ക് കൊണ്ടുപോയി തരാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ കൊതിയാവും. അതിന് ഒരു ചാർജ് ചെയ്യുന്ന എത്ര ആയിരിക്കും? 150-200 രൂപ ആയിരിക്കും. പറഞ്ഞു വരുമ്പോൾ അപ്പുറത്തെ റെസ്റ്റോറന്റിലും ഇപ്പുറത്തെ 3 സ്റ്റാർ റെസ്റ്റോറന്റിലും ഒരേ മസാല ദോശ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പുറത്ത് സ്റ്റീൽ പ്ലേറ്റിൽ കൊണ്ടുപോയി തരുമ്പോൾ ഇവിടെ സെറാമിക് പ്ലേറ്റിൽ കൊണ്ടുപോയി തരുന്നു. അതുപോലെ തന്നെ ആംബിയൻസിലും വ്യത്യാസമുണ്ട്. അതിന് ഇവർ ഇരട്ടി പൈസ ചാർജ് ചെയ്യുന്നു. അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. ഇവർ ഭയങ്കര എക്സ്പെൻസീവ് ആയ രീതിയിൽ ഷൂട്ടുകൾ നടത്തുന്നു, അതിനുള്ള ചാർജ് ഇവർ തന്നെ അങ്ങോട്ട് ഈടാക്കുന്നു. എന്താണ് അല്ലേ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഇത്രയും വില ഉണ്ടായതുകൊണ്ട് ആഹാന വിളിക്കുന്ന സാരികളൊന്നും വാങ്ങാൻ ആൾക്കാരില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ. ഇപ്പൊ നമ്മൾ കാണിച്ച മോഡൽ ഉണ്ടല്ലോ, ഏത് രുക്മിണി, അതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, ഞാൻ ആണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. എങ്ങനെ ഇരിക്കണം ഇപ്പോ അത് തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇവർ എത്ര വില കൂട്ടി വിൽക്കാൻ നോക്കിയാലും അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇവർ ഇത്രയും വില കൂട്ടുന്നത്. എനിക്ക് തോന്നുന്നത് സംഭവം ഇവർ സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ ബ്രാൻഡ് ഒന്നല്ല. ഇവരുടെ കുറെ അന്തം കമ്പി ഫാൻസ് ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാനും അഹാന ചേച്ചി സൂപ്പർ, ഹൻസി ചേച്ചി സൂപ്പർ എന്നും പറഞ്ഞ് കൈയടിക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിയാണ് ഇവർ ഈ ബ്രാൻഡ് അങ്ങ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അവരാകുമ്പോൾ ഇവർ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. പ്രത്യേകിച്ച് ഞാനിത് ഉടുക്കുന്ന സാരി ആണെന്നും പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാണെങ്കിൽ ഇവർ അന്തം കമ്മി ഫാൻസ് കടം വാങ്ങിയിട്ടാണെങ്കിൽ ആ സാരി മേടിക്കും. എനിക്ക് തോന്നുന്നത് ചിലർ ആ സാരി വാങ്ങിയിട്ട് ചിലപ്പോൾ ഉടുക്കുന്നുണ്ടാവില്ല, ഷോക്കേസിൽ അങ്ങനെ വെക്കുന്നുണ്ടാകും, വരുന്നവർക്കും പോണവർക്കും കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നോക്ക്, ഞാനിത് അഹാനിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ച സാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന ടീംസ് ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റൂല. ഈ ഫാനിച്ച മൂത്ത് കഴിഞ്ഞാണെങ്കിൽ മനുഷ്യന്മാർ എങ്ങനെ ഭ്രാന്തന്മാരായി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇനി ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചുകൊണ്ടുള്ള ഒരു ചേച്ചിയുടെ വീഡിയോ 2 ദിവസം മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ആണെങ്കിൽ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഒരു സെലിബ്രിറ്റി ബ്രാൻഡിൽ നിന്ന് വാങ്ങുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഓൾമോസ്റ്റ് 5000 rupees ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. Is it worth it? Yes, I have proof. റീസെന്റ് ഒരു സെലിബ്രിറ്റി ബ്രാൻഡിന്റെ ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്ലോറൽ ഓർഗൻസ സാരി ക്രീം കളറിൽ ഫ്ലവർ പ്രിന്റ്. ഇതെന്താ ചേച്ചി ഉടല് മാത്രം, തല കാണുന്നില്ലല്ലോ? തല കൂടെ വെട്ടി മാറ്റിയല്ലേ? എന്താ ചേച്ചി പേടിയാണോ? തല കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അഹാനകൃഷ്ണൻ മെസ്സേജ് അയക്കുമെന്നുള്ള പേടിയാണോ? എന്താ ചേച്ചി നല്ല തല കാണിക്കായിരുന്നു കേട്ടോ, വളരെ മോശമായി പോയത്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. പ്രിന്റ്സ് ഉള്ള ഒരു ഓർഗൻസ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് നോക്കിയിരുന്നു. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിന്റെ റേറ്റ് ഓൾമോസ്റ്റ് 7999 ആണ് കിടക്കുന്നത്. ഇപ്പോൾ സോൾഡ് ഔട്ട് ആണ്. ആൻഡ് ഇന്ന് ഞാൻ മറ്റൊരു സാരി ബ്രാൻഡ്, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫേമസ് സാരി ബ്രാൻഡ്, അവരുടെ അടുത്ത് സെയിം പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ അവരുടെ അടുത്ത് റേറ്റ് വെച്ചപ്പോൾ ഇറ്റ് ഈസ് 4800. ദ സെയിം സാരി, എക്സാക്ട് സെയിം ഡീറ്റെയിൽസ്, എവറിത്തിങ് സെയിം. ഓൾമോസ്റ്റ് 4800, അപ്രോക്സിമേറ്റ്ലി 5000 ആൻഡ് അതർ വൺ ഈസ് 4000. അപ്പൊ എന്താണെങ്കിലും ഈ രണ്ടാമത് പറഞ്ഞ ബ്രാൻഡുകാരും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1000 rupees പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ആ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എത്രയാണ് വരുന്നത്? മേ ബി ഒരു 3800 എന്ന് നമ്മൾ അസ്യൂം ചെയ്തോ. ഈ 3800 സാരിയാണ് 8000 rupees ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ സെലിബ്രിറ്റി ബ്രാൻഡ് ദേ ആർ സെല്ലിംഗ്. ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്.
I understand it's a celebrity brand. They have their celebrity value. I understand. But if that is a product which they are putting some effort into, I can understand for putting such a margin because ഒരു celebrity അവരുടെ time എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു effort എടുത്തിട്ട് additionally they are doing all these things on that particular ഒരു outfit design ചെയ്യാനും അവരുടെ ഒരു creativity ഉണ്ടായ ഒരു സാധനമാണെങ്കിൽ okay. ഒന്ന് വാങ്ങി just ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇടുന്ന ഒരു പ്രൊഡക്റ്റിനാണ് they are charging almost double the price of the product. So you just imagine just because it's a celebrity brand or in the name of a celebrity how they are looting us. അതൊക്കെ ശരി തന്നെ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ സെലിബ്രിറ്റി ബ്രാൻഡ് ഏതാണെന്ന് പറയുന്നില്ല. അവരെ വിറ്റ സാരിന്റെ ഫോട്ടോ കാണിച്ചതാണെങ്കിലോ തല വിട്ടൊരു ഫോട്ടോയും. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇവിടെ ചേച്ചിയോട് പറയാനുള്ളത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അതും കൂടി കാണിക്കണമായിരുന്നു. ആ ഒരു ആർജവം നിങ്ങൾ ഇവിടെ കാണിക്കണമായിരുന്നു. ഇതിപ്പോ സെലിബ്രിറ്റി ബ്രാൻഡ് എന്ന് പറഞ്ഞ് എന്തോ പറഞ്ഞ പോലെയാണ് തോന്നുക. ഫസ്റ്റ് ഞാൻ ഇവരുടെ വീഡിയോ ശ്രദ്ധിച്ച സമയത്ത് ഞാൻ ഒഴിവാക്കി വിട്ടതായിരുന്നു. കാരണം ഇവർ പ്രത്യേകിച്ച് വീഡിയോയിൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ വിഷയം ചർച്ചാ വിഷയം ആയതോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ കണ്ട കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചതാണ്. എന്തായാലും ഇവിടെ ചേച്ചി ഒരു പോയിന്റ് പറയുന്നുണ്ടല്ലോ, ഇവര് സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഒന്നുമല്ല ഇത്. ഇവർ എവിടുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ട് ചെയ്തിടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് എന്നുള്ളത്. അത് ആക്ച്വലി ഇവർ തന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ഇവരുടെ സാരി ലോഞ്ച് ചെയ്ത സമയത്ത് ഇവർ ചെയ്തൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അമ്മ പറ. വേണ്ട, അമ്മ പറയട്ടെ. ആരെങ്കിലും ഒരാളെ പറഞ്ഞു തൊലക്കി. ഞാനും പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം. ചേഞ്ച് നിഷാനി പറ. Okay, so we have a new beginning. ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. ഇത് വല്ലാത്തൊരു ലവ് ആൻഡ് കെയറിംഗ് ആയിപ്പോയി. ലവ് ആൻഡ് കെയർ ഒരു ഇത്തിരി പൊടിക്ക് കുറയ്ക്കണത് നന്നായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ലവ് ആൻഡ് കെയർ കൂടി പോയതിന് പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ല, എത്ര വില ഇട്ടതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി പറഞ്ഞാലും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സാരി എവിടെന്നാ മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ. അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത്. To create a brand with a lot of love and passion. നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ we wanted to do something. അതുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിംഗ് എ ബ്രാൻഡ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷൻ ആണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ? ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ എ കളക്ഷൻ ഡ്രോപ്പ്. വളരെ കുറച്ച് പീസസ് ഉള്ള എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ ഒരു ഡ്രോപ്പ്. ലിമിറ്റഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺ വെൻ വി അനൗൺസ് ദി ഡ്രോപ്സ്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. ചിന്തു ചേച്ചിന്റെ ആ നന്മമുഖം നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. ഇവരിനി തൊട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, നമുക്കും കൂടി വേണ്ടിയായിരിക്കും. എന്ത് നല്ല മനസ്സാണെന്ന് നോക്കിക്കേ. പക്ഷെ വില ഇച്ചിരി കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ ലിമിറ്റഡ് പീസസും ആയിരിക്കും. അപ്പുറത്തുള്ള ആൾ 1,00,000 പീസ് ഇറക്കുന്ന സമയത്ത് ഇവരൊരു 10,000 പീസ് ഇറക്കും. അത് ഉടനെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയും ചെയ്യും. എല്ലാം ഇവരുടെ ലവ് ആൻഡ് കെയറിംഗിന്റെ ഭാഗമാണ്. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ വാങ്ങിക്കുന്നവർ വാങ്ങിച്ചാൽ മതി. ഇവർക്ക് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മളാരും വാങ്ങിക്കാനില്ലെങ്കിലും ഇവരുടെ കുറെ കട്ട ഫാൻസ് ഉണ്ടല്ലോ, ഇവരുടെ കുറെ അന്തം ഫാൻസ് ഉണ്ടല്ലോ, അവർ വാങ്ങിച്ചോളും. അവരുള്ളിടത്തോളം കാലം ഇവരിനി എത്ര കൊള്ള ലാഭത്തിൽ വിറ്റാലും വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനീ കാര്യത്തിന് വറീഡാവണം? ഇനി നമുക്ക് ഇവരുടെ തന്നെ അതേ ഡിസൈനിലുള്ള മറ്റൊരു സാരി വാങ്ങിച്ച വേറൊരു ചേച്ചിയുടെ വീഡിയോ കണ്ടോക്കാം. ബാലകൃഷ്ണന്റെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഓ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്നു. അതാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവര് ചിലപ്പോൾ ഈ സാരി വാങ്ങിച്ചത് 2,500-3,000 രൂപയ്ക്കൊക്കെ ആയിരിക്കും. പക്ഷെ അഹാന കൃഷ്ണൻ ഈ സാരി വിൽക്കുന്നത് 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ആയിരിക്കും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കടുപ്പ് വശം എന്ന് പറയുന്നത്. ഇനി അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ആക്ച്വലി പലപ്പോഴും ഈ കൃഷ്ണകുമാരൻ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇവരുടെ പല വ്ളോഗുകൾ കാണുമ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇവര് പലപ്പോഴും ഞങ്ങൾ ഭയങ്കര റിച്ച്
ആണെന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര എൻഹാൻസ് ചെയ്ത് കാണിക്കുന്ന പോലെ, ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നിയ കാര്യമാണത്. ഒരു ഉദാഹരണമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിന്ധു കൃഷ്ണ ചെയ്ത വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് ഈ ഗോൾഡ് പ്രൈസ് കൂടിയതോടുണ്ടല്ലോ ഇതിന്റെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. ഞാനൊരു 4 വർഷം എക്സാക്ട്ലി 4 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു സെറ്റുമുണ്ട്. എനിക്ക് 35,000 ആയ ഒരെണ്ണം. അതിനേക്കാൾ ഒരു പൊട്ടിക്കും കൂടെ മെലിഞ്ഞതിന് ഇന്നലെ 74,000 ആയിരുന്നു റേറ്റ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ലൈക്ക് ഒരു 4 വർഷത്തിൽ മോർ ദൻ ഡബിൾ ആയി ഇതിന്റെയൊക്കെ പ്രൈസ് കേട്ടോ. അപ്പൊ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗോൾഡ് പ്രൈസ്. അപ്പൊ ഇനിയിപ്പോൾ സെറ്റ് കൊണ്ട് പോലത്തെ സംഭവങ്ങളും ഒറിജിനൽ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിനും നല്ല ഡിഫറൻസ് ആയിരിക്കും പണ്ട് നമ്മൾ വാങ്ങിയത് വെച്ച്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിനിടയിൽ കൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ 35,000 റുപ്യന്റെ സെറ്റ് സാരിയാണ് കൊടുക്കുന്നത്, സെറ്റ് മുണ്ടാണ് കൊടുക്കുന്നത്, അത്രയും നമ്മൾ റിച്ച് ആണ്, പണമൊന്നും നമുക്കൊരു വിഷയമേ ഇല്ല, പണം പോട്ടെ പവർ വരട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ സംസാരിച്ച് വെക്കുന്നത് അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഒരു സാരി വാങ്ങാൻ പോലും 35,000 റുപ്യക്കാണ് ഇവർ മുടക്കുന്നത്, അത്ര ഇവർ ഫെൽത്തി റിച്ച് ആണെന്നൊക്കെയാണ് അല്ലേ. പക്ഷെ ഇതേ ഇവരുടെ കുടുംബത്തിലുള്ള അഹാന കൃഷ്ണ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോ. ഫിനാൻഷ്യൽ ഡീലിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഫെയിമിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന തരത്തിൽ ഉള്ള അഡ്വൈസസ് ഉണ്ടാവാറുണ്ട്. വലുതായിട്ട് അതിന്റെ ആവശ്യം വന്നിട്ടില്ലാത്തതിന്റെ റീസൺ ഞാൻ പറയാം. മൈ ഫാദർ ഈസ് ബിൻ എൻ ആക്ടർ. അത് എവർ സിൻസ് ഐ ക്യാൻ റിമെമ്പർ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛൻ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എൻ്റെ അച്ഛനൊക്കെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ആൻഡ് അപ്സിനേക്കാൾ കൂടുതൽ ഡൗൺസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെല്ലാം ഓപ്പൺ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അച്ഛനൊക്കെ എത്രയോ വർഷങ്ങൾ ഇൻ എ സ്ട്രെച്ച് വർക്ക് ഇല്ലാതായിട്ടുണ്ട്. ആൻഡ് വിത്ത് ബിൻ ഫിനാൻഷ്യലി ലൈക്ക് റിയലി ബാഡ്. ആൻഡ് എത്രയോ ഇയേഴ്സ് ഇൻ എ സ്ട്രെച്ച് ഓരോ മാസവും എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകുക. വളരെ പണ്ടത്തെ കാര്യമല്ല, ഈവൻ ഇപ്പം ഞാനൊക്കെ സ്റ്റീവ് ലൂപ്പസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു കുറേ ഈവൻ ഫ്യൂ ഇയേഴ്സ് അൺടിൽ ബാക്ക് വരെ എങ്ങനെയാ ഈ മാസത്തെ ലോൺ അടയ്ക്കുക, ഹൗസിംഗ് ലോൺ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇത്രയും പിള്ളേരുണ്ട്, ഇത്രയും പേരുടെ ഫീസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. അപ്പം we've struggled to make ends meet. അതാണ് നമ്മൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ലൈഫ് ആണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലം വരെയും ഞങ്ങൾ ആ സ്ട്രഗ്ലിംഗ് ലൈഫിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അഹാന പറഞ്ഞു വെക്കുന്നത് അല്ലേ. എന്നിട്ട് ഇപ്പുറത്ത് വന്നുകൊണ്ട് വ്ളോഗിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ 100 റുപ്യന്റെ സാരിയാണ് വാങ്ങിക്കുന്നത്, ഞങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത് എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാണെങ്കിൽ ഇവർ ഭയങ്കര ഫെൽത്തി റിച്ച് ആണെന്നുള്ളൊരു ഫീല് കാണുന്ന ആളുകൾക്കിടയിൽ ഇട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇവരുടെ ലൈഫ് സ്റ്റൈൽ പിന്തുടരാനുള്ള ഒരു ടെൻഡൻസി കാണുന്നവർക്ക് ഉണ്ടാകും. പൊതുവേ നമ്മുടെ ആൾക്കാർക്ക് ഉള്ളതാണല്ലോ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ പിന്തുടരാനുള്ള ഒരു ടെൻഡൻസി. ആ ഒരു ടെൻഡൻസി ഇവർ വ്ളോഗിലൂടെയും മറ്റും മനഃപൂർവ്വം സൃഷ്ടിക്കുന്നു. എന്നിട്ട് അതുവഴി ഇവർ ഒരു സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അതിനാണെങ്കിലും മാർക്കറ്റിൽ എവിടെ ഇല്ലാത്തൊരു വിലയും ഈടാക്കുന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് വാങ്ങിക്കാൻ കുറെ ഉണ്ടാവും. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. മറ്റേ മൂങ്കോട്സിനെ കുറിച്ച് പറഞ്ഞ മാതിരിയാണ്. എത്രയൊക്കെ മൂങ്കോട്സിനെ തട്ടിപ്പ് നമ്മൾ എക്സ്പോസ് ആക്കിയിട്ടുണ്ട്, എന്നിട്ടും അവരുടെ തട്ടിപ്പിനിരയാകാൻ ആൾക്കാരുണ്ട്. അതേപോലെയൊക്കെ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവരെ ഭയങ്കര സ്നേഹിക്കുന്ന, ഇവരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, ഇവരെന്ത് പറഞ്ഞാലും കൈയടിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭൂമി തകിടം മറിഞ്ഞാലും അത്തരത്തിലുള്ള ആൾക്കാർ ഇവരുടെ സാരികൾ വാങ്ങിക്കും. അവരോട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലേ. എനിക്ക് ഇവിടെ പറയാനുള്ളത് സാധാരണക്കാരോടാണ്. നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ ഒരു സാരി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നൊരു പ്രോപ്പർ റിസർച്ച് നടത്തുക. ഇതേ സാരി തന്നെ ഇതേ മെറ്റീരിയലിൽ തന്നെ വേറെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എവിടെയെങ്കിലും ലഭ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അത് മനസ്സിലാക്കി തരാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.